നമസ്കാരം. വി കെയർ ഗോഡ് ക്യൂർ. കേരളത്തിലെ ഏറെ പ്രശസ്തമായ ഒരു ആതുരാലയത്തിൻ്റെ ക്യാപ്ഷനാണിത്. മധ്യ കേരളത്തിൽ അനേകായിരം ആളുകൾക്ക് ആശ്വാസത്തിൻ്റെ പൊൻകിരണമേകുന്ന ഏറെ പ്രശസ്തമായ ഒരു ആശുപത്രി. 67 സംവത്സരങ്ങൾ പിന്നിടുന്ന തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. ഇവിടുത്തെ ചികിത്സാ രീതികളും ഡിപ്പാർട്ട്മെൻറ്റുകളും വളരെ വിശദമായി ലൈവ് ടിവിയുടെ കേരള ഗൈഡിലൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാം. കം ഓൺ. പുഷ്പഗിരി മെഡിക്കൽ കോളേജിലെ ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ പ്രതീക്ഷ, അതിൻ്റെ HOD ഡോക്ടർ മഞ്ജു ജോർജാണ് എന്നോടൊപ്പം ഉള്ളത്. മേഡം നമസ്കാരം. ഒരു ഹോസ്പിറ്റലിൽ ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിൻ്റെ പ്രസക്തി എന്താണ്? അതായത് ന്യൂറോ ഡെവലപ്മെൻ്റൽ ബിഹേവിയറൽ പീഡിയാട്രിക്സ് എന്ന മേഖലയാണ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിൽ പ്രവർത്തിക്കുന്നത്. അതായത് കുട്ടികളുടെ ബുദ്ധിപരം, മാനസികം, സാമൂഹികം, ശാരീരികം ഇങ്ങനെയുള്ള വൈകല്യങ്ങളെ തിരിച്ചറിയുവാനും അത് എത്രയും നേരത്തെ അതിനുവേണ്ടിയ പരിഹാര മാർഗ്ഗങ്ങൾ കണ്ടെത്തുവാനും അതിനുവേണ്ടി ചികിത്സാ മാർഗ്ഗങ്ങൾ കൊടുക്കുവാനുമൊക്കെയാണ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററുകൾ നമുക്ക് ആവശ്യമുള്ളത്. പ്രതീക്ഷ ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് മധ്യ തിരുവിതാംകൂറിലുണ്ട്. കേരളത്തിലെ തന്നെ 3ാമത്തെ ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററാണ്. 10,000-ന് മുകളിൽ കുട്ടികൾക്ക് നമ്മളിവിടെ ചികിത്സകൾ നൽകി വരുന്നു. പ്രധാനമായിട്ടും ഇപ്പോൾ കൂടുതൽ ഓട്ടിസം, അതുപോലെ സ്പീച്ചിൻ്റെ ബുദ്ധിമുട്ടുകൾ, സെർബൽ പോൾസി, ഡൗൺ സിൻഡ്രോം, ലേണിംഗ് ഡിസബിലിറ്റി, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ഇങ്ങനെയുള്ളത് കൂടാതെ ബിഹേവിയറൽ പ്രോബ്ലംസ്, അതുപോലെ സ്ക്രീൻ അഡിക്ഷൻ അങ്ങനെയൊക്കെയുള്ള ഒത്തിരിയേറെ പ്രോബ്ലംസും ഇതല്ലാതെയുള്ള ജനറ്റിക് അല്ലെങ്കിൽ ന്യൂറോളജിക്കൽ അങ്ങനെയുള്ള ന്യൂറോ ഡെവലപ്മെൻറ്റൽ പ്രോബ്ലംസിനുള്ള ഡയഗ്നോസിസ്, ഇവാലുവേഷൻ, അസസ്മെൻറ്റ്, ട്രീറ്റ്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഞങ്ങൾ 20ഓളം സ്റ്റാഫുണ്ട് ഈ ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിൽ. ഞങ്ങളത് നടത്തി വരുന്നു. നമ്മൾ ഏത് പ്രായം മുതലാണ് ശരിക്കും ചികിത്സിച്ചു തുടങ്ങുന്നത്? അങ്ങനെ വല്ലതും ഉണ്ടോ? പ്രായപരിധി വല്ലതും ഉണ്ടോ? ആക്ച്വലി ഗർഭാവസ്ഥയിലിരിക്കുന്ന ഒരു കുഞ്ഞിന് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെന്ന് പറയുവാണെങ്കിൽ ആ കുട്ടിയുടെ ജനനം മുതൽ ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിൻ്റെ ഉണ്ടായി വരും. അപ്പോൾ ജനനം മുതലാണ്. എത്ര നേരത്തെ കണ്ടെത്തുന്നോ അതാണ് പ്രധാനം. 2 വയസ്സിന് മുമ്പേ കണ്ടെത്തിയാൽ ഒത്തിരിയേറെ മാറ്റങ്ങൾ 100% എന്നുള്ള രീതിയിൽ മോഡിഫിക്കേഷൻസ് വരുത്താൻ പറ്റും. ഒരു 15 വയസ്സ് വരെ ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിന് പ്രസക്തിയുണ്ട്. ഇപ്പോൾ അതിൻ്റെ കൂടെ ഇപ്പോൾ അഡോളസെൻ്റ് ഗൈഡൻസും അവർക്ക് വേണ്ടിയുള്ള ബിഹേവിയർ കൗൺസിലിങ്ങും, അതുപോലെ ബുദ്ധി വികാസ പരിശോധനകൾ, പഠന വൈകല്യ പരിശോധനകൾ, അതിനുവേണ്ടിയുള്ള പരിഹാര മാർഗ്ഗങ്ങൾ അത് ഗ്രൂപ്പായിട്ട് നടത്തുന്നതുകൊണ്ട്, അവധിക്കാല കോഴ്സുകളുണ്ട്. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നു. ശാശ്വതമായ പരിഹാരം ഇതിനുണ്ടല്ലേ? പല കാര്യങ്ങൾക്കും ഉണ്ട്. അത് എത്രയും നേരത്തെ തിരിച്ചറിയുക, ശരിയായ രീതിയിൽ അത് കണ്ടെത്തുക, അതിനു വേണ്ടിയ പരിഹാരങ്ങൾ പറഞ്ഞു തരുന്നത് ആ രീതിയിൽ മാതാപിതാക്കളും കുടുംബവും ഏറ്റെടുത്ത് അവരെ സഹായിക്കാനായി മുന്നോട്ട് വന്നിരിക്കുന്ന വ്യക്തികളുമായി ചേർന്ന് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് കാര്യം. അത് വലിയൊരു മനസ്സ് തന്നെയാണ്. അതായത് വളരെ വിശദമായ പ്രതീക്ഷയെക്കുറിച്ച് പറഞ്ഞ മാമിന് പ്രത്യേകം നന്ദി.
തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഡയറക്ടർ ബഹുമാന്യനായ ഡോക്ടർ എബ്രഹാം വർഗീസ് സാറാണ് എന്നോടൊപ്പം ഉള്ളത്. സാർ, നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. സാർ, സ്വാഗതം. തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കേരളത്തിലെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇവിടെ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റുകളാണ് സാർ ഉള്ളത്? തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ കറൻ്റ്ലി നമുക്ക് ഏകദേശം എല്ലാവിധ ബേസിക് ഡിപ്പാർട്ട്മെൻറ്റും, അതായത് ഏകദേശം 22 ബേസിക് ഡിപ്പാർട്ട്മെൻറ്റും 14 സൂപ്പർ സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെൻറ്റുകളുമാണുള്ളത്. ശരി. അതേപോലെ തന്നെ എൻ്റെ തോന്നലല്ല, കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജാണ് പുഷ്പഗിരി മെഡിക്കൽ കോളേജ്. ആ നേട്ടം ലഭിച്ചതിനെക്കുറിച്ച് പെട്ടെന്ന് താങ്കളുടെ മനസ്സിലേക്ക് വരുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്? 2002 കേരളത്തിൽ ആദ്യമായി സ്വകാര്യ മേഖലയിൽ മെഡിക്കൽ കോളേജ് തുടങ്ങുന്നത്. അപ്പോൾ ആ സമയത്ത് പുഷ്പഗിരി ആയിരുന്നു അതിൻ്റെ ഏറ്റവും മുൻപന്തിയിൽ നിന്ന ഒരു കോളേജുകൾ ആണ് പുഷ്പഗിരി മെഡിക്കൽ കോളേജ്. അന്ന് നമ്മോടൊപ്പം തന്നെ ഏകദേശം 5 മെഡിക്കൽ കോളേജാണ് ഉണ്ടായത്. അതിൽ ആദ്യത്തെ മെഡിക്കൽ കോളേജാണ് പുഷ്പഗിരി. ഇന്ന് ഏകദേശം 22 വർഷങ്ങൾക്കപ്പുറം ഏകദേശം 2000 മേലെ ഡോക്ടർമാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഏറ്റവും നല്ല രീതിയിൽ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു. ശരി. ഞങ്ങൾക്ക് വളരെ അഭിമാനം നൽകുന്നൊരു വാർത്തയാണ്. തീർച്ചയായിട്ടും. ഞാനും സമീപ പ്രദേശത്തെ ആളെന്ന രീതിയിൽ സ്ഥിരമായിട്ട് ഇവിടെ വരാറുണ്ട്. അതുകൊണ്ട് എനിക്കും ഇവിടുത്തെ സേവനങ്ങൾ അറിയാം. ആളുകൾ ശരിക്കും വിലമതിക്കാനാവാത്ത സേവനങ്ങളാണ് പുഷ്പഗിരി നൽകുന്നത്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ പുഷ്പഗിരിയുടെ തുടക്കത്തെക്കുറിച്ച് 67 വർഷങ്ങൾ കഴിഞ്ഞും തോന്നുന്നു തുടങ്ങിയിട്ട്, തുടക്കത്തെക്കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഞങ്ങൾക്ക് വളരെ അഭിമാനം നൽകുന്ന, തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ ചാരിതാർത്ഥ്യവും അഭിമാനം നൽകുന്ന കുറേ വർഷങ്ങളാണ് പുറകിലോട്ടുള്ളത്. 1959 ഭാഗ്യസ്മരണാർത്ഥനായ അത്തനാസ്യൂസ് പിതാവ്, തിരുവല്ല രൂപതയുടെ പിതാവായിരുന്നു അത്തനാസ്യൂസ് പിതാവാണ് ഈ പുഷ്പഗിരി മെഡിക്കൽ അല്ലെങ്കിൽ പുഷ്പഗിരി ആശുപത്രി എന്ന ഒരു ആശയം കൊണ്ടിരുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ആ കാലഘട്ടങ്ങളിൽ ഒത്തിരിയേറെ മാതൃമരണങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു കോൺട്രിബ്യൂഷൻ നൽകണമെന്ന നിലയിലാണ് പിതാവ് ഈ വർഷം ആതുര സേവനത്തിലേക്ക് മാറി. ആക്ച്വലി നമ്മൾ ഏറ്റവും ആദ്യം തുടങ്ങിയ വളരെ ചെറിയ തുടക്കമായിരുന്നു. നമുക്ക് ഒരു 8 ബെഡുള്ള ക്ലിനിക്കായിരുന്നു നമുക്കുണ്ടായിരുന്നത്. അത് എക്സ്ക്ലൂസീവ്ലി ഫോർ മദേഴ്സ് ആൻഡ് ചിൽഡ്രൻ. അങ്ങനെ ഒരു മദർ ആൻഡ് ചൈൽഡ് എന്നൊരു വിഭാഗത്തിൽ പെടുന്ന ഒരു അതെ. ആക്ച്വലി അത് തന്നെ ഒരു ഹിസ്റ്ററിയാണ്. തിരുവല്ല രൂപതയുടെ ഏറ്റവും ആദ്യത്തെ മെത്രാപ്പോലിത്തയായ മലങ്കര സഭയുടെ മെത്രാപ്പോലിത്തയായ തെയോഫിലോസ് തിരുമേനിയുടെ അരമനയായിരുന്നു അത്. സോ അരമന പിതാവ് ഈ ക്ലിനിക്കായിട്ട് വിട്ടുകൊടുത്ത് പിതാവ് ഇവിടുന്ന് മാറുകയായിരുന്നു. സോ വളരെ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ പിതാക്കന്മാരോട്, അത്തനാസ്യൂസ് പിതാവിനോടും തെയോഫിലോസ് തിരുമേനിയോടും ഒക്കെ ഒത്തിരിയേറെ തിരുവല്ല രൂപതയുടെ അന്നത്തെ ആ ഒരു കൺസെപ്റ്റ് തീർച്ചയായിട്ടും. ബിക്കോസ് ആ സമയത്ത് ഞാൻ മനസ്സിലാക്കുന്നത് പിതാവിന് 2 ഓപ്ഷൻസ് ഉണ്ടായിരുന്നത്. ഒന്നെങ്കിൽ ഇവിടെ ഒരു വിമൻസ് കോളേജ് തുടങ്ങാമായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് ആതുരാലയം തുടങ്ങാമായിരുന്നു. അപ്പം ഒരുപക്ഷെ നമുക്ക് സാമ്പത്തികപരമായോ മറ്റു രീതിയിലോ ചിന്തിച്ചാൽ ഒരുപക്ഷെ കുറച്ചുകൂടെ അഭിലേഷണീയമായിരുന്നത് ഒരു കോളേജായിരുന്നായിരിക്കും. പക്ഷേ അന്ന് പിതാവ് അത് വേണ്ട, നാട്ടുകാർക്ക് കൂടുതൽ പ്രയോജനം ചെയ്യുന്ന അന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ തിരുവല്ല അല്ലെങ്കിൽ നമ്മുടെ മധ്യ തിരുവിതാംകൂറിലെ ആവശ്യം വേണ്ടി വന്നത് ഒരു ക്ലിനിക്കാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പിതാവ് ആ തീരുമാനം ശരിക്കും അനർത്ഥമായി. തീർച്ചയായിട്ടും. അതുപോലെ നമുക്ക് പുഷ്പഗിരിയിലേക്ക് വരുന്ന രോഗികൾക്ക് ഇൻഷുറൻസ് കവറേജ് നമ്മൾ കൊടുക്കാറുണ്ടോ, നൽകാറുണ്ടോ? തീർച്ചയായിട്ടും. നമ്മുടെ പുഷ്പഗിരിയിൽ ഒരു ഹൈലൈറ്റ് നമ്മളിപ്പോൾ ചെയ്യുന്ന ഏറ്റവും നല്ലൊരു സേവനം എന്ന് പറയുന്നത് നമ്മൾ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടാണ്. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും കൊടുക്കുന്ന എല്ലാത്തരം ഇൻഷുറൻസ് പരിരക്ഷകളും, അത് കാസ്പ് എന്ന നിലയിലായിക്കോട്ടെ, അല്ലെങ്കിൽ ECHS ആയിക്കോട്ടെ, ESI ആയിക്കോട്ടെ, അങ്ങനെ എല്ലാത്തരം ഇൻഷുറൻസിൻ്റെ പരിരക്ഷകളും നമ്മൾ നമ്മുടെ രോഗികൾക്ക് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ കേരളത്തിലെയും അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള എല്ലാ പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് നമുക്ക് ടൈപ്പുണ്ട്. കേരളത്തിലെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളിൽ പുഷ്പഗിരിയെ വ്യത്യസ്തമാക്കുന്നത്, ഇപ്പോൾ ഇൻഷുറൻസ് പരിരക്ഷ ഇല്ലെങ്കിൽ പോലും ഒരു രോഗിക്ക് അല്ലെങ്കിൽ ഒരു ആൾക്ക് ആക്സിഡൻറ്റ് പറ്റി ഇവിടേക്ക് വരുമ്പോൾ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത് സൗജന്യമാണ്. അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ ഒന്ന് വിശദമായി പറയാമോ? തീർച്ചയായിട്ടും. സാറ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇൻഷുറൻസ്, നമ്മുടെ നാട്ടിൽ പലർക്കും ഇൻഷുറൻസ് ഉള്ളവരുണ്ട്, ഇൻഷുറൻസ് ഇല്ലാത്തൊരു കൂട്ടമുണ്ട്. പക്ഷേ അവർക്ക് പലപ്പോഴും സാമ്പത്തികമായി പരാധീനതയുള്ളവരായിരിക്കാം. ഇപ്പം നമ്മുടെ തിരുവല്ല അതിരൂപതയുടെ മെത്രാപ്പോലിത്ത കൂർലോസ് തിരുമേനിയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു, ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഒരാൾക്കും ചികിത്സ നിഷേധിക്കാൻ പാടില്ല, അവർക്ക് ചികിത്സ കിട്ടാതിരിക്കാൻ പാടില്ല. അപ്പം ആ ഒരു തത്വത്തിൽ അധിഷ്ഠിതമായിട്ട് ഒത്തിരിയേറെ സ്കീമുകൾ, അതായത് ഇൻഷുറൻസ് പരിരക്ഷ ഇല്ലാത്തവർക്കും ആശുപത്രിയുടെ ബെനിഫിറ്റ് അവർക്ക് കിട്ടണമെന്ന ഉദ്ദേശത്തിൽ ഒത്തിരിയേറെ സ്കീമുകൾ നമ്മൾ ഇറക്കിയിട്ടുണ്ട്. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ഇഷ്ടം എന്നൊരു പ്രോഗ്രാം, ഒരു സ്കീമാണത്.
അതായത് പീഡിയാട്രിക്സ് എമർജൻസിയിൽ വരുന്ന അല്ലെങ്കിൽ ഒരു എമർജൻസിയുമായി ബന്ധപ്പെട്ട ഒരു കുട്ടി വരികയാണെങ്കിൽ അവർക്ക് ചികിത്സ കൊടുത്തിട്ട് ചികിത്സ എടുത്തതിന് ശേഷം അവർക്ക് ഇഷ്ടമുള്ള പൈസ അതുകൊണ്ടാണ് ഇഷ്ടം എന്ന സ്കീമിന് അവർക്ക് ഇഷ്ടമുള്ള പൈസ അവർക്ക് കൊടുത്തിട്ട് പോകാം എന്നുള്ളതാണ് ആ സ്കീമിൻ്റെ ഒരു പ്രത്യേകത. അതുപോലെ തന്നെ സ്പർശം എന്നൊരു പദ്ധതിയുണ്ട്. സ്പർശം എന്ന പദ്ധതി വെച്ചാൽ പല ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ട് പല ആൾക്കാർക്കും വളരെ നാൾ കിടപ്പിലായി പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വളരെ അത്യന്താപേക്ഷിതമായൊരു ചികിത്സാ ഭാഗമാണ് ഫിസിയോതെറാപ്പി. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഫിസിയോതെറാപ്പി ചികിത്സ പരിപൂർണ്ണ സൗജന്യമായിട്ട് അവർക്ക് ഇവിടെ കിടത്തി അവർക്ക് ഫിസിയോതെറാപ്പി ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഈ സ്പർശം എന്ന സ്കീമിലുള്ളത്. ഇതുകൂടാതെ തന്നെ നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് പ്രയോജനപ്പെട്ട രീതിയിൽ വളരെയധികം സ്കീമുകൾ, ഉദാഹരണം ധന്യം അല്ലെങ്കിൽ ഒപ്പം, അങ്ങനെയൊക്കെ ഒത്തിരിയേറെ സ്കീമുകൾ. ഇതിനൊക്കെ ഓരോ തരം കാറ്റഗറീസ് പെടുന്ന സ്കീമുകളാണ്. അതിൻ്റെ ഉദ്ദേശം ഒന്നേ ഉള്ളൂ, നാട്ടുകാർക്ക് പ്രയോജനം ഉണ്ടാകണം. അതായത് അവർക്ക് സാമ്പത്തിക പരാധീനത മൂലം അവർക്ക് ചികിത്സ നിഷേധിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. ഇപ്പം സാറ് പറഞ്ഞ വിഷയം, അതായത് ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ട എൻ്റെ അനുഭവത്തിൽ എൻ്റെ ഒരു സുഹൃത്തിനെ കൊണ്ട് ഞാൻ വന്നു, പെട്ടെന്ന് പൈസ എടുക്കാനില്ലാതെ വന്നപ്പോൾ ആദ്യത്തെ 3 മണിക്കൂറത്തെ സേവനം ഒരു ബൃഹത്തായിരുന്നത്. തീർച്ചയായിട്ടും. അതായത് ഗുഡ് സമരിറ്റൻ ഗോൾഡൻ അവർ സ്കീം എന്ന് പറഞ്ഞാൽ ആക്സിഡൻറ്റ് പറ്റി 1 മണിക്കൂറിനുള്ളിൽ പുഷ്പേരിയിൽ വരികയാണെങ്കിൽ, പുഷ്പേരി എമർജൻസിയിൽ വരികയാണെങ്കിൽ തുടർന്നുള്ള 3 മണിക്കൂറിനുള്ളിലെ എല്ലാ ചികിത്സയും പൂർണ്ണമായും സൗജന്യമായിട്ടായിരിക്കും അത് രോഗികൾക്ക് നൽകപ്പെടുക. അപ്പോൾ ഈ ഇടയ്ക്ക് നടന്ന കല്ലുപ്പാറയിലെ ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ട് അവിടെ 2 ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് ഏകദേശം 30 പേർക്ക് പരിക്ക് പറ്റിയിരുന്നു. അപ്പോൾ ആ 30 പേർക്കും നമുക്ക് പുഷ്പേരിയിലാണ് കൊണ്ടുവന്നത്. ഈ 1 മണിക്കൂറിൽ അവർ കൊണ്ടുവരാൻ പറ്റുകയും ആ 30 പേർക്കും തന്നെ ഈ ഒരു സ്കീമിൻ്റെ ബെനിഫിറ്റ് അവർക്ക് പ്രയോജനപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രത്യേക സാമ്പത്തിക ബുദ്ധിമുട്ടില്ലാതെ അവർക്ക് ചികിത്സ എടുക്കാനും അവർക്ക് ആ ചികിത്സ കൊടുക്കാൻ പറ്റി എന്നുള്ളത് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം നൽകുന്നൊരു അവസ്ഥയാണ്. അതേപോലെ തന്നെ ഈ ഗോൾഡൻ അവർ കെയർ ഉദ്ഘാടനം കഴിഞ്ഞു. യാദൃശ്ചികമായി ബഹുമാന്യനായ നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ സാറിൻ്റെ സാന്നിധ്യം ഈ ഹോസ്പിറ്റലിലുണ്ടായി. ഞാൻ പത്രത്തിലൂടെയാണ് അറിഞ്ഞത്. അതേക്കുറിച്ച് എന്താണ് താങ്കൾ പറയുന്നത്? ഈ ഗോൾഡൻ അവർ സ്കീം നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്നത് മാർച്ച് മാസം 16-ാം തീയതിയാണ്. ഇത് ഉദ്ഘാടനം ചെയ്ത് 2 ദിവസത്തിനുള്ളിൽ ആക്ച്വലി ഗതാഗത വകുപ്പ് മന്ത്രി യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു ആക്സിഡൻറ്റ് കാണപ്പെടാൻ ഇടയാകുകയും മന്ത്രി ആ രോഗിയുമായി രോഗിയെടുത്ത് നമ്മുടെ ആശുപത്രി വരികയും ആ രോഗിക്ക് ഈ ഒരു സ്കീം പ്രയോജനപ്പെടുകയും ചെയ്യാൻ പറ്റിയത് വളരെ യാദൃച്ഛികമായിരുന്നു. സോ ഇതൊക്കെ നമ്മുടെ ഒരു വലിയ സേവനം മറ്റുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്നും നമ്മളെ വ്യത്യസ്തമാക്കുന്നത് തന്നെയാണ്. തീർച്ചയായും. അതേപോലെ തന്നെ സാറേ, ഒരേ ബ്ലഡ് ഗ്രൂപ്പിലുള്ളവരുടെ വൃക്ക മാറ്റിവെക്കൽ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ വ്യത്യസ്ത ബ്ലഡ് ഗ്രൂപ്പിലുള്ളവരുടെ വൃക്ക മാറ്റിവെക്കൽ ഇവിടെ നടത്തിയത് വിജയകരമായിരുന്നു. തീർച്ചയായിട്ടും. ഞങ്ങളുടെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് നെഫ്രോളജി ഡിപ്പാർട്ട്മെൻറ്റ്. 2000 ആണ്ടിലെ ഏകദേശം ആ സമയത്താണ് നമ്മൾ നെഫ്രോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ തുടങ്ങുന്നത്. അത് തിരുവിതാംകൂറിലെ ഏറ്റവും ആദ്യത്തെ 1 or 2 അല്ലെങ്കിൽ പുഷ്പേരിക്ക് മുമ്പേ അധികം പേർക്കില്ല, 1-2 പേർക്ക് ഉണ്ടെന്നുള്ള വസ്തുതയാണ്. എങ്കിലും 2000 ശേഷമാണ് നമ്മൾ നെഫ്രോളജി ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളിവിടെ ഏറ്റവും ആധുനികരമായ രീതിയിൽ ആണ് നമ്മൾ തുടങ്ങുന്നത്. ആസ് ഓഫ് നൗ നമ്മൾ ഏകദേശം 3 ലക്ഷം പേർക്കോളം നമ്മൾ ഡയാലിസിസ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 70 തൊട്ട് 80 പേർക്കോളം നമ്മൾ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ട ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു വിഷയമാണ് നമ്മൾ ഈ ABO ഇൻകോമ്പാറ്റബിൾ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ. എന്ന് വെച്ചാൽ സാധാരണ ഇതിൽ കിഡ്നി മാറ്റിവെക്കുക നമ്മൾക്ക് ബ്ലഡ് ഗ്രൂപ്പ് കോമ്പാറ്റബിൾ ആയിട്ടുള്ള ആൾക്കാർ, ഉദാഹരണം A പോസിറ്റീവ് കൊടുക്കുന്നു, അല്ലെങ്കിൽ B പോസിറ്റീവ്. അതെ. അപ്പം ഈ ഇൻകോമ്പാറ്റബിൾ ആയിട്ടുള്ള ആൾക്കാർ പോലും നമുക്കിത് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ പ്രയോജനം എന്താണെന്ന് വെച്ചാൽ പല ആൾക്കാർക്കും ഈ കിഡ്നി മാറ്റിവെക്കൽ ഇപ്പോൾ കൊടുക്കാൻ റിലേറ്റീവ്സോ അല്ലെങ്കിൽ സുഹൃത്തുക്കളെ ഉണ്ടെങ്കിൽ പോലും അവരുടെ ഈ ഇൻകോമ്പാറ്റബിലിറ്റി കാരണം അവർക്കത് ചെയ്യാൻ പറ്റാതെ വരുന്നു. അപ്പോൾ അതിനെ നമുക്ക് ഒന്ന് ഓവർകം ചെയ്യാനാണ് നമ്മൾ ഈ ഒരു പ്രൊസീജിയർ ചെയ്യുക. നമ്മൾ ഈ കഴിഞ്ഞ ഒരു 6 മാസത്തിനുള്ളിൽ 2 പേർക്ക് നമ്മളിങ്ങനെ സർജറി ചെയ്തു. 2 വളരെ സക്സസ്ഫുള്ളായി നമുക്ക് ചെയ്യാൻ പറ്റി. ഇതാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. നമ്മളെ സംബന്ധിച്ച് വളരെ മധ്യ തിരുവിതാംകൂറിൽ ഏറ്റവും ആദ്യം ചെയ്ത ആശുപത്രി പുഷ്പഗിരിയാണ്. എന്തായാലും പുഷ്പഗിരി മെഡിക്കൽ കോളേജിനെ കുറിച്ച് വളരെ വിശദമായി സംസാരിച്ച താങ്കൾക്ക് പ്രത്യേക നന്ദി. പിതാക്കന്മാർ തുടങ്ങി വെച്ച ആ ഒരു കൈപുണ്യവും അതേപോലെ അനുഗ്രഹവും താങ്കളെപ്പോലുള്ള ആളുകളിലൂടെ ഇനിയും ഒരുപാട് പേർക്ക് എത്താനുണ്ട്. പ്രത്യേക നന്ദി. താങ്ക് യു. നമസ്കാരം. ഞാൻ തുടക്കത്തിലേ പറഞ്ഞതുപോലെ 67 സംവത്സരങ്ങൾ പൂർത്തീകരിച്ച് കേരളത്തിനകത്തും പുറത്തുമുള്ള ആയിരക്കണക്കിന് ആളുകൾക്ക് ജീവൻ്റെ പുതുവെളിച്ചം പകർന്നു നൽകിയ തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവച്ചത്. മനോഹരമായി എപ്പിസോഡ് ഇവിടെ സമാപിക്കുന്നു. മനോഹരമായ മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടും വരെ
ക്യാമറമാൻ റിജോയ് പർവറിനൊപ്പം സൈനിങ് ഓഫ് ഷിയാദ് ചങ്ങനാശ്ശേരി.